15 സിനിമകളുടെ OTT റിലീസ് അപ്ഡേറ്റിലോട്ട് തന്നെ പോകാം. നമുക്ക് ഒട്ടും സമയം കളയാതെ ആദ്യ OTT അപ്ഡേറ്റ് നമ്മൾ നിവിൻ പോളി അഭിനയിച്ച പ്രതിച്ഛായ എന്ന് പറഞ്ഞ മലയാള സിനിമേന്റെയാണ്. പടം ഈ വരുന്ന ഏപ്രിൽ 24 ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളത്തിലും തമിഴിലും തെലുങ്കു കന്നഡ ഹിന്ദി ഭാഷകളിലെ സിനിമ OTT റിലീസ് ചെയ്യുകയാണ്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന മലയാള സിനിമയാണ് പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമ. എന്നാൽ നിവിൻ പോളിയുടെ മറ്റൊരു ഫ്ലോപ്പ് തന്നെയാണ് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത്. മറ്റൊരു സിനിമയാണ് നമ്മുടെ മാർവൽ ആരാധകർക്കാണ് സ്പൈഡർ നോയർ. എന്തായാലും നമ്മുടെ സ്പൈഡർ നോയർ എന്ന സിനിമ എന്തായാലും ഈ വരുന്ന മെയ് മാസമാണ് റിലീസ്. മെയ് ലാസ്റ്റ് 27 ആയിട്ട് എന്തായാലും 2 പകർപ്പിലായിട്ടാണ് സ്പൈഡർ നോയർ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് കളറായിട്ടും പിന്നെ ഒന്ന് കളർലെസ് ആയിട്ടും അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും. എന്തായാലും ഈ ഒരു മാർവൽ ഫാൻസ് എന്തായാലും ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് കാണാൻ പോകുന്നത്. കാരണം ഈ ഒരു സിനിമേൻ്റെ ഫാൻ ബേസ് അങ്ങനെയാണ്. മറ്റൊരു സിനിമയാണ് തമിഴിൽ നിന്ന് വരാൻ പോകുന്ന JC എന്ന് പറഞ്ഞ സിനിമ. തമിഴ് സിനിമയല്ല, ഒരു കന്നഡ സിനിമയാണ് JC ദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും പടത്തിന്റെ OTT അവകാശങ്ങളിൽ സൺനെക്സ്റ്റ് ആണ് മേടിച്ചത്. എന്തായാലും സൺനെക്സ്റ്റിലെ സിനിമ ഈ വരുന്ന ഏപ്രിൽ മാസം 24 പടം OTT റിലീസിന് പോകുന്നത്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് JC ദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ കന്നഡ സിനിമയ്ക്കായിട്ട് ഏപ്രിൽ മാസം 24 അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. GV പ്രകാശ് അഭിനയിച്ച ഏറ്റവും പുതിയ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഹാപ്പി രാജ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും പടത്തിന്റെ OTT അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. പടത്തിന്റെ OTT അവകാശങ്ങൾ നമ്മുടെ ആമസോൺ പ്രൈമാണ് മേടിച്ചത്. ഇന്ത്യൻ്റെ വെളിയിൽ സിംപ്ലി സൗത്തും. ഈ വരുന്ന ഏപ്രിൽ മാസം 24 സിനിമ ആമസോൺ പ്രൈമിലും മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി അങ്ങനെ ഒട്ടനവധി ഭാഷകളിലെ സിനിമ OTT റിലീസിന് പോകുന്ന പ്രീമിയർ ആയിട്ട് കാത്തിരിക്കാൻ ചെയ്യാം നമുക്ക് പടത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസിനായിട്ട്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ഹേർട്ട് ബീറ്റ് എന്ന് പറഞ്ഞ സീസൺ 2 OTT റിലീസ് ഡേറ്റ് ആണ്. അതും കന്നഡ പകർപ്പാണ് വരാൻ പോകുന്നത്. ഈ വരുന്ന ഏപ്രിൽ മാസം 23 വരാൻ പോകുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ വഴി. ഹേർട്ട് ബീറ്റ് റിതം ഓഫ് ലൈഫ് സീസൺ 2 എന്തായാലും ഇതൊരു തമിഴ് വെബ് സീരീസ് ആണ്. എന്തായാലും കന്നഡ ഡബിൽ ഈ വരുന്ന ഏപ്രിൽ മാസം 23 ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. നീ ഫോർ എവർ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും പടത്തിന്റെ OTT അവകാശങ്ങൾ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചത്. എന്തായാലും ഈ വരുന്ന ഏപ്രിൽ മാസം 24 സിനിമ OTT റിലീസിന് പോകുന്നത്. നമ്മുടെ നീ ഫോർ എവർ എന്ന് പറഞ്ഞ തമിഴ് സിനിമ. എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ സിനിമ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലായിട്ടായിരിക്കും സിനിമ OTT റിലീസിന് പോകുന്നത്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് നീ ഫോർ എവർ എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ ടൊവിനോ തോമസ് സിനിമേന്റെയാണ്. നമ്മുടെ ഡിജോ ജോസ് ആന്റണിയാണ് സിനിമ സംവിധാനം ചെയ്തത്. എന്തായാലും സിനിമ നിലവിൽ തിയേറ്ററിൽ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പടത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ സിനിമയുടെ OTT അവകാശങ്ങൾ സോണി ലിവ് മേടിച്ചു എന്നാണ് നിലവിൽ കേൾക്കാൻ സാധിക്കും. സിനിമ അങ്ങനെയാണ് ഈ വരുന്ന ഏപ്രിൽ മാസം അല്ല മെയ് മാസം ലാസ്റ്റ് മെയ് 29 അല്ലെങ്കിൽ 27 ആയിട്ട് സിനിമ OTT റിലീസിന് പോകുന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത OTT അപ്ഡേറ്റ് മോഹിനിയാട്ടം സിനിമേന്റെ തന്നെയാണ്. നമ്മുടെ സൈജു കുറുപ്പ് സുരാജ് വെഞ്ഞാറൻ മോഡ് അതുപോലെ തന്നെ നമ്മുടെ ബേബി ജീൻ എന്നിവർ അഭിനയിച്ച മലയാള സിനിമയാണ് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ. വിഷു വിജയ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമുക്ക് നല്ലൊരു ബോക്സ് ഓഫീസ് റണ്ണിങ് ലഭിക്കുന്നുണ്ട് സിനിമയ്ക്ക്. എന്തായാലും പടത്തിന് OTT റിലീസ് മെയ് 22 അല്ലെങ്കിൽ 29 ആയിട്ടാണ് വരാൻ പോകുന്നത്. ആമസോൺ പ്രൈം വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ മൺറൂൺ മാക്സ് ആയിട്ടായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്ന ഒരുമിച്ച്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് മെയ് 22 അല്ലെങ്കിൽ 29 ആയിട്ട്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ലവ് ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലെങ്കിൽ LIK എന്ന് പറഞ്ഞ സിനിമയാണ്. പ്രദീപിന്റെ മറ്റൊരു സിനിമയാണ്. തമിഴിൽ നിന്ന് റിലീസിന് വന്നിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നത് ഒരു 100 കോടി ക്ലബിൽ എത്താനായിട്ട്. എന്തായാലും പടം ഈ വരുന്ന മെയ് മാസം 8 അല്ലെങ്കിൽ 14 ആയിട്ട് ആമസോൺ പ്രൈമിൽ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ്. തമിഴ് തെലുങ്ക് മലയാളം അങ്ങനെ ഒരുപാട് ഭാഷകളിലായിട്ട്. എന്തായാലും നിലവിലെ സിനിമ എന്തായാലും ബോക്സ് ഓഫീസിൽ വളരെ കുറഞ്ഞൊരു കളക്ഷൻ തന്നെയാണ് ഡേ ബൈ ഡേ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് വീക്കെൻഡ് ആകുമ്പോഴേക്കും സിനിമയ്ക്ക് ഒഫീഷ്യൽ 100 CR ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചോദ്യചിഹ്നം തന്നെയാണ്. മറ്റൊരു സിനിമയാണ് ബാൻഡ് മേളം എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമ. എന്തായാലും ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പാണ്. എന്തായാലും പടം ഈ വരുന്ന ഏപ്രിൽ മാസം 24 ZEE5 സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ്. അതും തെലുങ്ക് പകർപ്പിൽ മാത്രമായിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ബാൻഡ് മേളം എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമയുടെ OTT റിലീസിനായിട്ട് ഈ വരുന്ന ഏപ്രിൽ 24. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ മാർവൽ ആരാധകർക്ക് തന്നെയാണ്. ദ പണിഷർ വൺ ലാസ്റ്റ് കില്ല് ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ്. പണിഷറിന്റെ ഏറ്റവും പുതിയ സീരീസ്. അത് മെയ് മാസമാണ് സീരീസ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. മെയ് മാസം 12 അതും ജിയോ ഹോട്ട്സ്റ്റാർ വഴി. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് മാർവൽ ആരാധകർക്ക് ഒരു വൻ ട്രീറ്റ് തന്നെയാണ്. നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേക്ക് മുമ്പ് തന്നെയായിട്ട് നമ്മുടെ പണിഷറിന്റെ പുതിയൊരു സീരീസ് പുറത്തു വരികയാണ്. അടുത്ത OTT അപ്ഡേറ്റ് ആട് എന്ന സിനിമയുടെ 3ാം ഭാഗത്തിന്റെയാണ്. നമ്മുടെ ജയസൂര്യ അഭിനയിച്ച ഏറ്റവും പുതിയ ഫ്രാഞ്ചൈസിലെ സിനിമയാണ് ആട് 3 എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് 65 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയാണ്. ഓൾമോസ്റ്റ് 120 കോടിന് മുകളിലാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പടത്തിന്റെ OTT അവകാശങ്ങൾ നമ്മുടെ
Z5 മേടിച്ചു എന്നാണ് നിലവിൽ കേൾക്കാൻ സാധിക്കും. ജിയോ ഹോട്ട്സ്റ്റാർ അല്ല, Z5 ആണ്. എന്തായാലും പടം ഈ വരുന്ന ഏപ്രിൽ 28 അല്ലെങ്കിൽ മെയ് 1 അല്ലെങ്കിൽ 15 OTT റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെയായിട്ട് സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നതാണ് പല ഭാഷകളിലായിട്ട്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് Z5ലൂടെ. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് വാഴ 2 ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് എന്ന സിനിമേന്റെ ആണ്. എന്തായാലും പടത്തിന്റെ OTT അവകാശങ്ങൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഏഷ്യനെറ്റ് അതുപോലെ തന്നെ നമ്മുടെ സാറ്റലൈറ്റ് ഏഷ്യനെറ്റ് ആണ് OTT അവകാശങ്ങൾ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചത്. സിനിമ മെയ് 1 അല്ലെങ്കിൽ 15 OTT റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കും. പക്ഷേ സിനിമയുടെ തെലുങ്ക് റിലീസൊക്കെ ഏപ്രിൽ 24 സിനിമ തമിഴ് റിലീസ് ഇപ്പോഴും വന്നിട്ടില്ല. എന്തായാലും ഡിലേ ആവാൻ ഹൈ ചാൻസ് കാണുന്നുണ്ട്. എസ്റ്റിമേറ്റഡ് OTT റിലീസ് ഡേറ്റ് മെയ് 15 വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ കേരള സ്റ്റോറി സിനിമയുടെ 2ാം ഭാഗത്തിന്റെയാണ്. പടത്തിന്റെ OTT റിലീസ് അങ്ങ് ഡിലേ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ സിനിമ ഏപ്രിൽ 24 വരുമെന്നാണ്. എന്തായാലും Z5 സിനിമയുടെ OTT റിലീസ് ഡേറ്റ് അങ്ങ് മെയ് മാസത്തോട്ട് മാറ്റുകയാണ്. മെയ് മാസം 15 സിനിമയുടെ OTT റിലീസ് ഡേറ്റ് മാറ്റുകയാണ് Z5. എന്തായാലും ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിലായിട്ട് ഏപ്രിൽ 24 സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ്. മറ്റൊരു സിനിമയാണ് ഹിന്ദിയിലെ തന്നെ അല്ലെങ്കിൽ ബോളിവുഡിലെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയായ നമ്മുടെ ദുരന്തർ 2 ദ റിവെഞ്ച് എന്ന സിനിമ. പടത്തിന്റെ OTT അവകാശങ്ങൾ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ച സിനിമ. ഈ വരുന്ന മെയ് മാസം 14 സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് പല ഭാഷകളിലായിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ദുരന്തർ 2 സിനിമയുടെ OTT റിലീസ് ആയിട്ട്. എന്തായാലും ഇപ്രാവശ്യം സിനിമയുടെ മലയാളം പകർപ്പും OTT റിലീസ് ചെയ്യുന്നതാണ്. കൂടുതൽ OTT സിനിമ വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്.